എൻ്റെ പേര് സന്തോഷ്. കോട്ടയം ജില്ലയിൽ പേരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട്. എനിക്ക് സ്റ്റിക്കർ വർക്കാണ്. സ്വന്തമായിട്ടൊരു ഷോപ്പുണ്ട് ഏറ്റുമാനൂർ. പിന്നെ മിനിയേച്ചർ ഒരു ഹോബി പോലെ തുടങ്ങിയതാണ്. ആദ്യം ഇത് തെർമോക്കോളിലായിരുന്നു ആദ്യം ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ആണ് ഈ ഫോം ഷീറ്റ് എന്ന് പറയും. അപ്പോൾ ഓരോന്നിനും ഓരോ ആണ് നമ്മൾ എടുക്കുന്നത്. ഇപ്പം വലിയ സൈഡൊക്കെ ബസ്സിൻ്റെയൊക്കെ സൈഡൊക്കെ ചെയ്യണമെങ്കിൽ 5 mm എടുക്കും. പിന്നെ ഇത് ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ഗമ്മ് ഫ്ലെക്സിക്കാണ്. പിന്നെ ചെറിയ കമ്പികളൊക്കെ വെൽഡിങ് റാഡ്, ബ്രാസ് റാഡ്, ഇതൊക്കെയാണ്. ഞങ്ങൾക്ക് അക്രലിക് ക്ലിയർ ഷീറ്റ്, ഗ്ലാസ്സുകളൊക്കെ ഇല്ല, ഫ്രണ്ടിലത്തെ ഗ്ലാസ്സൊക്കെ അക്രലിക്കിൻ്റെ ക്ലിയർ ഷീറ്റ് എന്ന് പറയും. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ പെയിൻറ്റ് ഇനാമൽ പെയിൻ്റാണ്. അപ്പം ചെയ്തിരിക്കുന്നത് ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ടൈറ്റാനിക് ഷിപ്പ്, ശബരിമല സന്നിധാനം, പിന്നെ കുറേ വാഹനങ്ങൾ. കൂടുതലും കുറച്ച് ഒരു വൈറലായത് ശബരി എക്സ്പ്രസ് ട്രെയിനാണ്. അതാണ് ഏറ്റവും കൂടുതൽ ഒരു ശ്രദ്ധ നേടിയത്. അത് കഴിഞ്ഞ് പിന്നെ വന്ദേ ഭാരത്, പിന്നെ ഒരു SC ലോറി, ഒരുപാട് ഹൗസ് ബോട്ട്, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ട്രെയിനാണ് ചെയ്യുന്നതെങ്കിൽ ട്രെയിനിൻ്റെ ഒരു സൈഡ് വ്യൂ, അതിൻ്റെ ഫ്രണ്ട് വ്യൂ നമ്മൾ ഫോട്ടോ എടുക്കും, അല്ലെങ്കിൽ ബ്ലൂ പ്രിൻ്റ് എടുക്കും, ഇല്ലെങ്കിൽ നമ്മൾ പോയി ഫോട്ടോ എടുക്കും. അപ്പോൾ നേരെ സൈഡിൽ നിന്നുള്ള ഇതെടുത്തിട്ട് അത് സ്കെച്ച് ഇടും. നമ്മൾ ഫോറസ്റ്റിലേക്ക് സൈഡ് സ്കെച്ച് ഇട്ടിട്ട് അത് കട്ട് ചെയ്തെടുത്താണ് അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഓരോ ഭാഗങ്ങളും അതിൻ്റെ അളവ് നോക്കിയാണ് ചെയ്യുന്നത്. ശബരി എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം ലോക്കോ പൈലറ്റുമാർ വിളിച്ചായിരുന്നു, അവർ വന്നായിരുന്നു. പിന്നെ അവർക്ക് കുറേ മോഡലുകൾ നമ്മൾ ട്രെയിനിൻ്റെ മോഡൽ ചെയ്ത് കൊടുത്ത്, അങ്ങനെ അവരുടെ ഗ്രൂപ്പുകളിലൊക്കെ, വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വന്നായിരുന്നു. അങ്ങനെ കുറേ വർക്കുകളൊക്കെ അവർ തന്നു. മിനിയേച്ചർ അങ്ങനെ ഒരുപാട് പേര് പിന്നെ ഓർഡർ തരുന്നുണ്ട്. പക്ഷേ നമുക്കിതെല്ലാം കൂടെ ചെയ്യാനുള്ള സമയം കിട്ടത്തില്ല. പിന്നെ ആൾക്കാർ കാണാൻ വരുന്നുണ്ട്. പിന്നെ എല്ലാവരും നല്ലൊരു സപ്പോർട്ടാണ്. മിനിയേച്ചറിനൊക്കെ ഏറ്റവും കൂടുതൽ സമയം എടുത്തത് ട്രെയിനാണ്, ശബരി എക്സ്പ്രസ്. 1 വർഷത്തോളം എടുത്ത്. കോവിഡ് കാലത്താണ് അത് പൂർത്തിയാക്കിയത്. 1 വർഷത്തോളം ഏകദേശം എടുത്ത്. ശബരി എക്സ്പ്രസ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം ഇത് ബസ്സും ലോറിയൊക്കെ നമ്മൾ കുറേ ചെയ്ത്, അത് കഴിഞ്ഞ് ഒരു വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഓർത്ത് ഞാൻ ഈ ട്രെയിൻ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അങ്ങനെ ഞാൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ആദ്യം ഏത് ട്രെയിനാണ് വരുന്നത് അത് ചെയ്തേക്കാമെന്ന് ഓർത്ത്. അങ്ങനെ വന്നപ്പോഴാണ് ഈ ശബരി വരുന്നത്. അങ്ങനെയാണ് അത് ചെയ്തത്. അത് ചെയ്യാൻ ഏകദേശം 1 വർഷം മിച്ചമെടുത്തു. കോവിഡ് കാലത്തൊക്കെ തീർന്നത്. അതിൻ്റെ ഫുൾ ഡീറ്റെയിലിംഗ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ബാത്റൂം ഉൾപ്പെടെ എൻ്റെ ബെർത്ത് എല്ലാ സംഭവവും നമ്മൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഒരുപാട് മാധ്യമങ്ങളിലൊക്കെ വന്ന് നമ്മളതിൻ്റെ ഓരോ ഭാഗങ്ങൾ ഒബ്സർവ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ലെറ്ററുകൾ വരെ, അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന അതിൻ്റെ റൂട്ടിൻ്റെ സ്ഥലത്തേക്കാണ് പോകുന്നത്, അതുവരെ നമ്മൾ നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കിയാണ് മാക്സിമം ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. എന്നിട്ട് മാക്സിമം പൂർണ്ണത വരുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ എൻജിൻ്റെ ബോഗിയുടെ അടിയിലുള്ള അതിൻ്റെ മിഷനറീസ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്യാൻ ശ്രമിച്ചിരിക്കുന്നത്. പിന്നെ അത് റൺ ചെയ്യുമായിരുന്നു. ഇപ്പം അതിൻ്റെ മോട്ടറൊന്നും പോയി കംപ്ലൈൻ്റായി. അന്ന് റണ്ണിങ് ആയിരുന്നു. ചെറുപ്പം പോലെ ചിത്രം വരയ്ക്കുമായിരുന്നു, അതിന് വാസന ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ സ്കൂൾ ഓഫ് ആർട്സ് പഠിച്ച് പഠിത്തം കഴിഞ്ഞ് പിന്നെ വരയൊക്കെ, അന്ന് സോഷ്യൽ മീഡിയ ഒന്നുമില്ല, വരയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ അന്നൊക്കെ വരച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടുകാരെയല്ല കൂട്ടുകാരെയൊക്കെയാണ്. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്ന് സോഷ്യൽ മീഡിയ ഒക്കെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അതിനെ കുറച്ചുകൂടെ ഒരു ഡെവലപ്പാക്കി എടുക്കാൻ ശ്രമിച്ചു. അങ്ങനെ കുറേ ഫോട്ടോകൾ വരച്ചിട്ടുണ്ട്, ഇപ്പോഴും വരച്ചുകൊണ്ടിരിക്കുന്നു. മിനിയേച്ചർ എന്ന് പറയുമ്പോൾ എനിക്കൊരു ഷോപ്പാണ്. അപ്പോൾ ഷോപ്പെന്ന് പറയുമ്പോൾ എനിക്ക് സ്റ്റിക്കർ വർക്കാണ് മെയിൻ, ബോർഡിൻ്റെ പരിപാടിയൊക്കെ. അപ്പോൾ അവിടെ കടയിൽ സമയം കിട്ടുന്നതനുസരിച്ചാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ അവിടെ എൻ്റെ ബോർഡ് ചെയ്യുന്നതിൻ്റെ പീസൊക്കെ വരും ഒരുപാട്. ഫോം ഷീറ്റ്, ഈ ഫോറക്സ് ഷീറ്റല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം കടയിലിരുന്ന് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് അല്ലാതെ കുറച്ച് സമയം കിട്ടും. എന്തെങ്കിലും വർക്ക് കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്താണ് ഇത് നമ്മൾ ചെയ്യുന്നത്. ഈ മിനിയേച്ചർ, അതായത് നമ്മൾ ആർട്ട് വർക്ക് എന്ന് പറയുമ്പം ഇപ്പോൾ അതിന് നല്ലൊരു സാധ്യതയാണ്. കാരണം ഈ VFX ഇതൊന്നും അല്ലാതെ ലൈവായിട്ട് ഇത് ഇപ്പോഴും നല്ല ഇതാണ്. ഇപ്പം ലൈവായിട്ട് ചെയ്ത് ഷൂട്ട് ചെയ്യുന്നതാണ് കുറച്ചുകൂടി ഗ്രാഫിക്സിൻ്റെയൊക്കെ അതിന് നല്ല ഇപ്പോൾ ഒരു സാധ്യതയുണ്ട് സിനിമയിൽ. അതങ്ങനെ പറയുമ്പോൾ ഈ ശബരി എക്സ്പ്രസ് ഉണ്ടായിക്കഴിഞ്ഞ് ഒരു 2 ബോഗി തീർന്നു കഴിഞ്ഞ് ഞാൻ ഇത് ഒന്നുകൂടെ ഞാൻ കോട്ടയം പോയി ട്രെയിൻ ഒന്നുകൂടെ നോക്കാൻ വേണ്ടി നോക്കിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പിന്നെ ഞാനതെല്ലാം വലിച്ചു പറിച്ച് പിന്നെ ഒന്നുകൂടെ ചെയ്യുമായിരുന്നു. അത് 2 ആഴ്ച എടുത്ത് ചെയ്ത സാധനമാണ്. പിന്നെ അത് മൊത്തം ഇളക്കി മാറ്റിയിട്ട് വീണ്ടും ഒന്നുകൂടെ ചെയ്തത്.
അങ്ങനെയാണ്ട് 9 ബോഗിയുണ്ട്, 9 ബോഗി, ഒരു എൻജിൻ. പിന്നെ KSRTC ഫാസ്റ്റ് പാസഞ്ചർ അത് ചെയ്തിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ അതാണ് സത്യം പറഞ്ഞാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ ആദ്യം മിനിയേച്ചർ ചെയ്യുന്നത് അവർക്ക് ഫാസ്റ്റ് പാസഞ്ചറാണ്. അത് ഇട്ട് കഴിഞ്ഞപ്പോൾ നല്ല സപ്പോർട്ടായിരുന്നു, എല്ലാവരും നല്ലൊരു അംഗീകാരമൊക്കെ കിട്ടി. പിന്നെ അതാണ് നമ്മളൊരു ആദ്യത്തെ വർക്ക്. അതിനകത്ത് ഫുൾ ഡീറ്റെയിലിംഗ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനകത്തെ എല്ലാ സംഭവങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാൻ ഏകദേശം 2 മാസത്തോളം എടുത്തു. 2 മാസം എടുത്ത് അത് ചെയ്തു. പിന്നെ ഉണ്ടാക്കിയൊരു താജ്മഹലാണ്. താജ്മഹൽ ഫ്ലവേഴ്സ് ചാനൽ കോമഡി ഉത്സവത്തിൽ ഒരു തവണ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഒരു റീസെറ്റ് ചെയ്യുമായിരുന്നു, പാട്ട് പാടിക്കൊണ്ട് പാട്ട് പാടുന്നതിൻ്റെ ഒപ്പം ഇത് റീസെറ്റ് ചെയ്ത് അങ്ങനെ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. ഡ്രീം പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു സൂപ്പർ ഫാസ്റ്റ് ഓഫ് റോഡ് സ്റ്റൈൽ വലിയ വീലൊക്കെ വെച്ച് നമ്മുടെ വെള്ളപ്പൊക്കം ഒക്കെ ഉണ്ടാകുമ്പം രക്ഷിക്കാൻ പോകുന്ന അതുപോലത്തെ ഒരു സാങ്കല്പികമായിട്ടുള്ളൊരു സംഭവം. അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വീലും അതുപോലെ തന്നെ അതിനുള്ള ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ചെയ്ത് അതാണിപ്പം സൂപ്പർ ഫാസ്റ്റ് ഓഫ് റോഡ് ബസ്സാണ് ഇപ്പം തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ നാട് പേരൂരാണ്. അപ്പം നാട്ടിൽ നിന്ന് ഒരു ആദരവ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി, ഞങ്ങളുടെ മുനിസിപ്പാലിറ്റി ആദരവ് തന്നിട്ടുണ്ട്. പിന്നെ അല്ലാതെ തന്നെ 2-3 ആദരവ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സന്തോഷ് പേരൂർ എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. എനിക്കൊരു ചാനലുണ്ട്, അതിൻ്റെ പേരും സന്തോഷ് പേരൂർ ക്രിയേഷൻ എന്നാണ്. അപ്പം ആ ചാനലിൽ എല്ലാവരും കയറുവാണെങ്കിൽ എൻ്റെ വീഡിയോകളും എല്ലാ ഡീറ്റെയിലിങ്ങും അതുപോലെ എൻ്റെ എങ്ങനെ ചെയ്യുന്ന രീതികളും എല്ലാം അതിനകത്തുണ്ട്. ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എനിക്ക് ഈ മോഡലൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം കിട്ടുന്നു. അത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പം നിങ്ങൾക്ക് സന്തോഷം കിട്ടുന്നു. പിന്നെ നിങ്ങളൊരു പ്രോത്സാഹനമാണ് നമ്മളെപ്പോലുള്ള കലാകാരന്മാരുടെ ഒരു വളർച്ച. അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.